ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്ലാനറ്ററി വിൻഡിലേക്ക് കടക്കാം. സോ ട്രേഡ് വിൻഡ്സ് കഴിഞ്ഞുള്ള പ്ലാനറ്ററി വിൻഡ് ഏതായിരുന്നു? യെസ്, വെസ്റ്റർലൈറ്റ്സ്. വെസ്റ്റർലൈറ്റ്സ് എന്താണെന്ന് നമുക്ക് ഇനി നോക്കാം. സോ winds blowing continuously from the subtropical high pressure belts to the subpolar low pressure belt is called westerlies. അതായത് ഓക്കെ, ഇതാണ് നമ്മളുടെ സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് ഫ്ലോ ചെയ്യുന്ന, സോ സെയിം തന്നെ ഇവിടെയും വരും. സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് ബ്ലോ ചെയ്യുന്ന വിൻഡിനെ പറയുന്ന പേരാണ് വെസ്റ്റർലൈസ്. സോ ഈ സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്കും വിൻഡ് ബ്ലോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്കും എയർ ബ്ലോ ചെയ്യുന്നുണ്ട്, ഐ മീൻ വിൻഡ് ബ്ലോ ചെയ്യുന്നുണ്ട്. ആ വിൻഡിനെ നമ്മൾ പറയുന്ന പേരാണ് വെസ്റ്റർലൈസ്. ഓക്കെ, സോ സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് ബ്ലോ ചെയ്യുന്ന വിൻഡ്സിനെ പറയുന്ന പേരാണ് വെസ്റ്റർലൈസ്. ഓക്കെ, ഇനി ഇതിന് വെസ്റ്റർലൈസ് എന്ന് പേര് വരാൻ കാരണം the direction of this wind is mostly from west, they are known as westerlies. സോ ഈ വിൻഡിന്റെ ഡയറക്ഷൻ നോക്കിയാൽ കാണാൻ പറ്റും, വെസ്റ്റിൽ നിന്നാണ് ഇതിന്റെ ഡയറക്ഷൻ പോകുന്നത്. സോ ദിസ് വിൻഡ് ബ്ലോസ് മോസ്റ്റ്ലി ഫ്രം ദ വെസ്റ്റ്, സോ ദേ ആർ known as the westerlies. Westerlies are stronger in the southern hemisphere due to the vast expanse of oceans in the southern hemisphere. സോ വെസ്റ്റർലൈസ് സദേൺ ഹെമിസ്ഫിയറിൽ സ്ട്രോങ്ങർ ആണ്. കാരണം എന്താണ്? സദേൺ ഹെമിസ്ഫിയറിൽ കൂടുതൽ വാസ്റ്റ് എക്സ്പാൻസ് ഓഫ് ഓഷ്യൻസ് ആണ്. ഓഷ്യൻസ് കൂടുതലായ കാരണം വെസ്റ്റർലൈസ് സദേൺ ഹെമിസ്ഫിയറിൽ കൂടുതലാണ്. ഓഷ്യൻസ് കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അവിടെ ഫ്രിക്ഷൻ കുറവായിരിക്കും. സോ സ്ട്രോങ്ങർ വിൻഡ്സ് സദേൺ ഹെമിസ്ഫിയറിലാണ്. The ancient mariners had given different names to the westerlies like roaring 40s, furious 50s and shrieking 60s. അതായത് പണ്ടത്തെ കടലിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, മറൈനേഴ്സ് എന്ത് ചെയ്തിരുന്നു? ഈ ഓരോ വെസ്റ്റർലൈസിനും പേരുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ ഡിഗ്രിയിലുള്ള വെസ്റ്റർലൈസിനും ഓരോ പേരുകൾ. ഫോർ എക്സാമ്പിൾ റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, സ്ട്രീക്കിംഗ് 60s, അങ്ങനെ ഓരോ വെസ്റ്റർലൈസിനും ഓരോ പേരുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. സോ വെസ്റ്റർലൈസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾക്ക് ഈ ഫിഗർ നോക്കി പറയാം. സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്കാണ് ബ്ലോ ചെയ്യുന്ന വിൻഡിനെയാണ് നമ്മൾ വെസ്റ്റർലൈസ് എന്ന് പറയുന്നത്. സോ ഈ വിൻഡ്സ് മോസ്റ്റ്ലി വെസ്റ്റിൽ നിന്ന് ബ്ലോ ചെയ്യുന്ന കൊണ്ടാണ് നമ്മൾ അതിനെ വെസ്റ്റർലൈസ് എന്ന് പറയുന്നത്. സോ വെസ്റ്റർലൈസ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. സദേൺ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. സദേൺ ഹെമിസ്ഫിയറിലുള്ള വെസ്റ്റർലൈസ് എന്തായിരിക്കും? സ്ട്രോങ്ങർ ആണ്. കാരണം അവിടെ വാസ്റ്റ് എക്സ്പാൻസ് ഓഫ് ഓഷ്യൻ ആണ്. ആൻഡ് ഏൻഷ്യൻ മറൈനേഴ്സ് പല പല പേരുകൾ നൽകി വെസ്റ്റർലൈസിനെ വിളിച്ചിട്ടുണ്ട്. റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആണോ? വെസ്റ്റർലൈസിനെ കുറിച്ച് ഒരു ഷോർട്ട് പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞാൽ എഴുതാനുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ തേർഡ് പ്ലാനറ്ററി വിൻഡ് ആണ് പോളാർ ഈസ്റ്റർലൈസ്. സോ പോളാർ ഈസ്റ്റർലൈസ് എന്ന് പറഞ്ഞ വിൻഡ് എന്താണ്, എവിടെയാണ് ബ്ലോ ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. Polar easterlies are the cold winds blowing from the polar high pressure belts to the subpolar low pressure belt. അതായത് ഈ ഫിഗർ നോക്കിയാൽ കാണാം. So this is the polar high pressure belt. This is the subpolar low pressure. അതേപോലെ തന്നെ ഇവിടെ ഇത് polar high pressure. This is subpolar low pressure. So പോളാർ ഹൈ പ്രഷർ റീജിയൻസിൽ നിന്ന്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് ബ്ലോ ചെയ്യുന്ന വിൻഡ്സിനെയാണ് നമ്മൾ ഈസ്റ്റർലൈസ് എന്ന് പറയുന്നത്. സോ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സോ ദീസ് വിൻഡ്സ് ആർ കോൾഡ് ഈസ്റ്റർലൈസ്, പോളാർ ഈസ്റ്റർലൈസ്. സോ പോളാർ ഈസ്റ്റർലൈസിന്റെ പ്രത്യേകത എന്താണ്? കോൾഡ് വിൻഡ്സ് ആണ് അവിടെ ബ്ലോ ചെയ്യുന്നത്, കാരണം പോളാർ റീജിയൻസ് ആണ്. These winds blow from the east in both the hemispheres due to Coriolis force. Hence, this wind is called polar easterlies. ഈ വിൻഡ് കൊറിയോളിസ് ഫോഴ്സ് ആണ്. കൊറിയോളിസ് ഫോഴ്സ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു? എന്താണ് ഓർമ്മയുണ്ടോ?
യെസ്, എർത്തിന്റെ റൊട്ടേഷൻ കാരണം നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ബോഡീസ് റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നതിനെയും സദേൺ ഹെമിസ്ഫിയറിലുള്ള ബോഡീസ് ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഈ വിൻഡ് പോളാർ ഈസ്റ്റർ ലൈസ് രണ്ട് ഹെമിസ്ഫിയറിലും കൊറിയോളിസ് ഇഫക്റ്റ് കാരണം എന്താണ്, ഈസ്റ്റിൽ നിന്നാണ് ബ്ലോ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ പോളാർ ഈസ്റ്റർ ലൈസ് എന്ന് പറയുന്നത്. These winds greatly influence the weather in Europe and America. യൂറോപ്പ്, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ വെതറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഈ പോളാർ ഈസ്റ്റർ ലൈസ് എന്ന് പറയുന്ന പ്ലാനറ്ററി വിൻഡ്സ് ആണ്. ക്ലിയർ ആണോ? പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് ബ്ലോ ചെയ്യുന്ന വിൻഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളാർ ഈസ്റ്റർ ലൈസ്. സോ ഇത് കൊറിയോളിസ് ഫോഴ്സ് കാരണം രണ്ട് ഹെമിസ്ഫിയറിലും ഈസ്റ്റിൽ നിന്നാണ് ബ്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഈസ്റ്റർ ലൈസ് എന്ന് പറയുന്നത്. അമേരിക്ക, യൂറോപ്പ് പോലുള്ള കൺട്രികളിലെ വെതറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ ഒരു മേജർ റോള് ഈ പോളാർ ഈസ്റ്റർ ലൈസിനുണ്ട്. സോ ഇതാണ് നമ്മളുടെ പ്ലാനറ്ററി വിൻഡ്സുകൾ. സോ പ്ലാനറ്ററി വിൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്ലോബൽ പ്രഷർ ബെൽസിന്റെ ഇടയിൽ ഫോം ചെയ്യുന്ന വിൻസിനെ പറയുന്ന പേരാണ് പ്ലാനറ്ററി വിൻസ്. അതിന് കാരണം എന്താ, ഹൈ പ്രഷർ ലോ പ്രഷർ വേരിയേഷൻ ഉള്ള കാരണം. സോ 3 പ്ലാനറ്ററി വിൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ട്രേഡ് വിൻസ്, വെസ്റ്റേർലൈസ്, പോളാർ ഈസ്റ്റർലൈസ്. ട്രേഡ് വിൻസ് എന്ന് പറഞ്ഞാൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് ബ്ലോ ചെയ്യുന്ന വിൻസിനെയാണ് നമ്മൾ ട്രേഡ് വിൻസ് എന്ന് പറയുന്നത്. ദെൻ വെസ്റ്റർലൈസ് എന്ന് പറഞ്ഞാൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് ഫ്ലോ ചെയ്യുന്ന വിൻഡിനെയാണ് നമ്മൾ വെസ്റ്റർലൈസ് എന്ന് പറയുന്നത്. ദെൻ പോളാർ ഈസ്റ്റർലൈസ് എന്ന് പറഞ്ഞാൽ പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് ബ്ലോ ചെയ്യുന്ന വിൻഡിനെയാണ് നമ്മൾ പോളാർ ഈസ്റ്റർലൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ പീരിയോഡിക് വിൻസ് എന്ന് പറയുന്നത് റെഗുലർ ഇന്റർവെൽസിൽ റിപ്പീറ്റ് ചെയ്യുന്ന വിൻസ് അല്ലെങ്കിൽ സീസണൽ ആയിട്ടുള്ള വിൻസിനെയാണ് നമ്മൾ പീരിയോഡിക് വിൻസ് എന്ന് പറയുന്നത്. പീരിയോഡിക് വിൻസിൽ വരുന്ന ഫസ്റ്റ് വിൻഡ് ആണ് മൺസൂൺ വിൻസ്. സോ മൺസൂൺ വിൻസ് എന്താ, വിൻഡിന്റെ സീസണൽ റിവേഴ്സൽ കാരണം ഫോം ചെയ്യുന്ന ഒരു വിൻഡാണ് മൺസൂൺ വിൻഡ്. മൺസൂൺ എന്നുള്ള വാക്ക് മൗസം എന്ന് പറയുന്ന അറബിക് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ ആ അറബിക് വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് വിൻഡ്സ് ദാറ്റ് ചേഞ്ച് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന വിൻഡ് എന്നാണ് ആ വേർഡിന്റെ അർത്ഥം. സോ ഇതാണ് പീരിയോഡിക് വിൻഡിനെ പറ്റി പറയാനുള്ളത്. സോ ദ ഫസ്റ്റ് പീരിയോഡിക് വിൻഡ് ഈസ് മൺസൂൺ. ഇനി മൺസൂൺസ് ഫോം ചെയ്യാൻ കാരണമാകുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സീസൺസ് ആൻഡ് ടൈമിൽ പഠിച്ചതാണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. സെക്കൻഡ് വൺ ഈസ് ദ കൊറിയോളിസ് ഇഫക്റ്റ്, അത് നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ്. സോ ഇത് 3 മൺസൂൺ വിൻഡ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ്. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് മൺസൂൺ? Apparent movement of the sun, Coriolis effect, difference in heating. Okay, so ഇത് 3 മൺസൂൺ വിൻഡ്സ് ഫോം ചെയ്യാനുള്ള കാരണം. സോ പീരിയോഡിക് വിൻഡ്സ് എന്ന് പറഞ്ഞാൽ സീസണൽ വിൻഡ്സ് ആണ്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത പ്ലാനറ്ററി വിൻഡ്സിനെ കുറിച്ചാണ്. പ്ലാനറ്ററി വിൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും അവിടെ ഉണ്ടാകുന്ന വിൻഡ്സ് ആണ്. പക്ഷെ പീരിയോഡിക് വിൻഡ്സ് എന്ന് പറയുന്നത് സീസണൽ ആയിട്ട് റെഗുലർ ഇന്റർവെൽസിൽ മാത്രം ബ്ലോ ചെയ്യുന്ന വിൻഡ്സ് ആണ് പീരിയോഡിക് വിൻഡ്സ്. പീരിയോഡിക് വിൻഡ്സിലെ ഫസ്റ്റ് വിൻഡാണ് നമ്മൾ മൺസൂൺ വിൻഡ്സ്. മൺസൂൺ വിൻഡ്സ് ഉണ്ടാകാനുള്ള 3 ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ, കൊറിയോളിസ് ഇഫക്റ്റ് ആൻഡ് ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ്. ഓക്കെ, ഇനി നമ്മൾക്ക് മൺസൂൺ വിൻഡ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. സോ എർത്തിന്റെ ആക്സിയൽ ടിൽറ്റ് കാരണം. സോ ഇത് നമ്മളുടെ എർത്താന്ന് കൺസിഡർ ചെയ്യുക. സോ എർത്തിന്റെ ആക്സിയൽ ടിൽറ്റ് കാരണം. സോ എർത്തിന് ഒരു ആക്സിയൽ ടിൽറ്റ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്താണ് എർത്ത് ആക്സിസിൽ ടിൽറ്റ് ചെയ്ത ആക്സിയൽ ടിൽറ്റ് കാരണം എന്ത് ചെയ്യും, ഈ സൺറൈസ് ചില മാസങ്ങളിൽ സൺറൈസ് സെർട്ടൈൻ മന്ത്സിൽ. സോ ഇത് ഇക്വേറ്റർ ആണ്, ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. ഓക്കെ, സോ ഈ എർത്തിന്റെ ടിൽറ്റ് ഓഫ് ആക്സിസ് കാരണം എന്ത് ചെയ്യും, ചില മാസങ്ങളിൽ ഈ സൺറൈസ് ഇക്വേറ്ററിന്റെ നോർത്തിലുള്ള റീജിയൻസിൽ സൺറൈസ് വെർട്ടിക്കലായിട്ട് ഫോൾ ചെയ്യും. സോ അപ്പൊ എന്ത് ചെയ്യും, ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലുള്ള റീജിയൻസിൽ ടെമ്പറേച്ചർ കൂടും. ഓക്കെ,
സോ നമ്മൾ മൺസൂൺ വിൻസിനെ കുറിച്ചാണ് പറയുന്നത്. മൺസൂൺ വിൻസ് ഉണ്ടാകാനുള്ള കാരണമാണ് നമ്മൾ പറയുന്നത്. സോ എർത്തിന്റെ ടിൽറ്റ് ഓഫ് ആക്സിസ്, എർത്തിന്റെ ആക്സിയൽ ടിൽറ്റ് കാരണം എന്ത് ചെയ്യും, സെർട്ടൈൻ മന്ത്സിൽ സൺ റേസ് വെർട്ടിക്കൽ ആയിട്ട് ഇക്വേറ്ററിന്റെ നോർത്ത് ഭാഗത്ത്, സോ സൺ റേസ് വെർട്ടിക്കൽ ആയിട്ട് ഇക്വേറ്ററിന്റെ നോർത്ത് ഭാഗത്ത് ഫോൾ ചെയ്യും. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലുള്ള റീജിയൻസിലൊക്കെ ടെമ്പറേച്ചർ കൂടും. സോ ദ എർത്ത്സ് ആക്സിയൽ ടിൽറ്റ് കോസസ് ദ സൺസ് റേസ് to fall vertically to the north of the equator during certain months. This increases temperatures in regions around the Tropic of Cancer. So, Tropic of Cancer ന് ചുറ്റുമുള്ള റീജിയൻസിലൊക്കെ ടെമ്പറേച്ചർ കൂടും. സോ അങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും, pressure belts shift slightly northwards in response to the changing sun's position. സോ നമ്മൾ നേരത്തെ പ്രഷർ ബെൽറ്റ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞു അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ കാരണം പ്രഷർ ബെൽറ്റ്സിന്റെ പൊസിഷനിൽ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. സോ സണ്ണിന്റെ പൊസിഷൻ നോർത്തിലാകുമ്പോൾ എന്ത് ചെയ്യും, ഈ പ്രഷർ ബെൽറ്റുകൾ, സോ ഇതാണ് നമ്മുടെ പ്രഷർ ബെൽറ്റുകൾ, ഈ പ്രഷർ ബെൽറ്റുകൾ നോർത്ത് വേർഡ് മൂവ് ചെയ്യാൻ തുടങ്ങും. അതായത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഇങ്ങനെ നോർത്ത് വേർഡ് എല്ലാ പ്രഷർ ബെൽറ്റുകളും നോർത്ത് പൊസിഷൻ ചേഞ്ച് ചെയ്യും. The intertropical convergence zone moves northwards during the northern hemisphere summer. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു സണ്ണ് നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ മുകളിലാകുന്ന ഈ സമയത്ത് ഈ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസും കൺവേർജ് ചെയ്യുന്ന ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണ് നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ക്രോസ് ദ ഇക്വേറ്റർ മൂവിങ് ടുവേർഡ്സ് ദ നോർത്ത്. സോ അതായത് ഇതെല്ലാം പ്രഷർ ബെൽസും വിൻസും എല്ലാം നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്, ഇതാണ് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്. ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്, ഇതാണ് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്. ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ഇക്വറ്റോറിയലും കടന്ന് അപ്പുറത്തെത്തും. As the trade winds cross the equator, they get deflected due to the Coriolis effect. So നമ്മൾ 3 ഫാക്ടേഴ്സ് പറഞ്ഞു, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ, കൊറിയോളിസ് ഇഫക്റ്റ് ആൻഡ് ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ്. സോ ഡിഫറൻസ് ഇൻ ഹീറ്റിംഗും അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സണ്ണും ഇപ്പോൾ വന്നു. സോ അത് കാരണം എന്തായി, നമ്മുടെ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സണ്ണും എർത്തിന്റെ ആക്സിയൽ ടിൽറ്റും കാരണം നമ്മുടെ പ്രഷർ ബെൽറ്റുകൾ നോർത്തിലോട്ട് മൂവ് ആയി, പൊസിഷൻ ചേഞ്ച് ആയി. സോ അങ്ങനെ പൊസിഷൻ ചേഞ്ച് ആകുമ്പോൾ എല്ലാത്തിന്റെയും പൊസിഷൻ ചേഞ്ച് ആകും. അങ്ങനെ ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് എന്ത് ചെയ്യും, ഇക്വേറ്ററും കടന്ന് അപ്പുറത്തെത്തും. അങ്ങനെ ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ഇക്വേറ്റർ കഴിഞ്ഞ് അപ്പുറത്തെത്തുമ്പോൾ എന്ത് ചെയ്യും, കൊറിയോളിസ് ഇഫക്റ്റ് കാരണം അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. സോ നമുക്കറിയാം നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡയറക്ഷൻ വ്യത്യാസമുണ്ട്. സോ കൊറിയോളിസ് ഇഫക്റ്റ് കാരണം അത് ഡിഫ്ലക്റ്റ് ആവും. This deflection transforms them into the southwest monsoon winds. So അതായത് ഇവിടെയാണ് സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. സോ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്, ഇതാണ് നമ്മൾ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്. സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ഇങ്ങനെയാണ് ബ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇക്വേറ്ററിന്റെ അപ്പുറം എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് സൗത്ത് വെസ്റ്റ് വിൻഡായിട്ട് ഡിഫ്ലക്ട് ചെയ്ത് ബ്ലോ ചെയ്യും. സോ അതാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ്. സോ മൺസൂൺ വിൻഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. സോ മൺസൂൺ വിൻഡ്സിന്റെ ഫസ്റ്റ് വിൻഡാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്. സോ മൺസൂൺ വിൻഡ്സ് ഉണ്ടാകാൻ 3 ഫാക്ടേഴ്സ് ആണ് ഉള്ളത് നമ്മൾ പറഞ്ഞു. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ, കൊറിയോളിസ് ഇഫക്റ്റ് ആൻഡ് ചേഞ്ച് ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ്. സോ എർത്തിന്റെ ആക്സിയൽ ടിൽറ്റ് കാരണം എന്ത് ചെയ്യും, സൺ റേസ് നോർത്തേൺ ഹെമിസ്ഫിയർ വെർട്ടിക്കൽ ആയിട്ട് ഫോൾ ചെയ്യും. സോ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് അടുത്തുള്ള റീജിയൻസിൽ ടെമ്പറേച്ചർ കൂടും. അങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ പ്രഷർ ബെൽറ്റ്സ് എല്ലാം നോർത്ത് വാർഡ് ഷിഫ്റ്റിംഗ് നടത്തും. അങ്ങനെ പ്രഷർ ബെൽറ്റ്സ് നോർത്ത് വാർഡ് ഷിഫ്റ്റിംഗ് നടക്കുമ്പോൾ നമ്മളുടെ സൗത്ത് ഈസ്റ്റ് വിൻസ് എന്ത് ചെയ്യും, ഇക്വേറ്ററും കടന്ന് നോർത്തിലെത്തും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എത്തുമ്പോൾ അവിടെ കൊറിയോളിസ് ഇഫക്റ്റ് കാരണം അതിന് ഡിഫ്ലക്ഷൻ വരും. ആ ഡിഫ്ലക്ഷൻ കാരണം ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് അപ്പുറം എത്തുമ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ആവും. സോ ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് മൺസൂൺ വിൻഡായ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. The low pressure over the land caused by intense daytime temperatures attracts these sea winds, further enhancing the southwest monsoon winds. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആണല്ലോ, സണ്ണിന്റെ പൊസിഷൻ ഇക്വേറ്ററിന്റെ നോർത്തിലാകുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആണ്. സോ സമ്മർ ടൈമിൽ എന്താണ്, ഇന്റൻസ് ഡേ ടൈം ടെമ്പറേച്ചർ കാരണം ലാൻഡിന് മുകളിലുള്ള പ്രഷർ കുറവായിരിക്കും. സോ ഈ ഫിഗർ നോക്കിയാൽ നമുക്കറിയാം ഇന്ത്യ സിറ്റുവേറ്റ് ചെയ്യുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. സോ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ടൈമിൽ ലാൻഡിൽ ലോ പ്രഷർ ആയിരിക്കും. സോ ഒബ്വിയസ്ലി ഈ ഓഷ്യന്റെ മുകളിൽ എന്തായിരിക്കും,
ഹൈ പ്രഷർ റീജിയൻ ആയിരിക്കും. സോ എന്ത് ചെയ്യും, വിൻഡ് ഓഷ്യനിൽ നിന്ന്, അതായത് ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് ബ്ലോ ചെയ്യും. അതായത് ഓഷ്യനിൽ നിന്ന് ലാൻഡിലേക്ക് ബ്ലോ ചെയ്യും. സോ ഇതിനെയാണ് നമ്മൾ അത് സൗത്ത് വെസ്റ്റ് നമ്മളുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സിനെ എൻഹാൻസ് ചെയ്യും. ഓക്കെ, സോ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. സോ അതിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺസിൻ എർത്തിന്റെ ആക്സിയൽ ടിൽറ്റ് കാരണം എന്ത് ചെയ്യും, സൺ റേസ് വെർട്ടിക്കൽ ആയിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഫോളോ ചെയ്യും. സോ അങ്ങനെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഫോളോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രഷർ ബെൽറ്റ്സ് നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ എല്ലാ പ്രഷർ ബെൽറ്റ്സും നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇക്വേറ്റർ കഴിഞ്ഞ് നോർത്തേൺ ഹെമിസ്ഫിയറിലെത്തുമ്പോൾ എന്ത് പറ്റും, കൊറിയോലിസ് ഇഫക്റ്റ് കാരണം അത് ഡിഫ്ലക്റ്റഡ് ആവും. അങ്ങനെ ഡിഫ്ലക്റ്റഡ് ആയിട്ടാണ് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് ക്രിയേറ്റ് ആവുന്നത്. ഇനി ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സിന്റെ സമയത്ത്, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആയിരിക്കും. സോ സമ്മറിൽ ഇന്റൻസ് ഡേ ടൈം ടെമ്പറേച്ചർ കാരണം എന്ത് ചെയ്യും, ലാൻഡിന് മുകളിൽ ലോ പ്രഷർ ആയിരിക്കും. സോ ഓഷ്യന് മുകളിൽ, അതായത് ഓഷ്യൻ സർഫസിന് മുകളിൽ ഹൈ പ്രഷർ ആയ കാരണം ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് വിൻഡ് ബ്ലോ ചെയ്യും. സോ ഈ സമയത്ത് ഉണ്ടാകുന്ന സൗത്ത് വെസ്റ്റ് മൺസൂണിലേക്ക് ഈ ഹൈ പ്രഷർ ടു ലോ പ്രഷർ വിൻഡ് കൂടി ബ്ലോ ചെയ്ത് ആ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സിനെ എൻഹാൻസ് ചെയ്യും. സോ ഇതിനെയാണ് നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്സ് ഉണ്ടാകുന്നത് വിന്റർ ടൈമിലാണ്. സോ ഇൻ വിന്റർ ഹൈ പ്രഷർ സോൺസ് ഫോം ഓവർ ദ ഏഷ്യൻ ലാൻഡ് മാസ് ആൻഡ് ദ ലോ പ്രഷർ സോൺസ് ഡെവലപ്പ് ഓവർ ദ ഇന്ത്യൻ ഓഷ്യൻ. സോ ഈ ഫിഗർ നോക്കിയറിയാം, ഇത് വിന്റർ സമയത്തുള്ളതാണ്. സോ വിന്ററില് ലാൻഡ് മാസിന് മുകളിൽ ഹൈ പ്രഷർ ആയിരിക്കും, ലാൻഡിൽ ഹൈ പ്രഷറും ഇന്ത്യൻ ഓഷ്യനിൽ ലോ പ്രഷറും ആയിരിക്കും. സോ വിൻഡ് എന്ത് ചെയ്യും, ലാൻഡിൽ നിന്ന് ഓഷ്യനിലോട്ട് ബ്ലോ ചെയ്യും. The northeast trade winds strengthen leading to the formation of northeast monsoon winds. സോ നേരത്തെ സംഭവിച്ചത് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. അതായത് സണ്ണ് സദേൺ ഹെമിസ്ഫിയറിന്റെ മുകളിലാകും. സോ അപ്പൊ എല്ലാം സൗത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എല്ലാം സൗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ അപ്പൊ എന്ത് ചെയ്യും, നമ്മളുടെ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് ഇക്വേറ്ററും കഴിഞ്ഞ് സദേൺ ഹെമിസ്ഫിയറിൽ എത്തും. അപ്പൊ കൊറിയോലിസ് കാരണം ഡിഫ്ലക്ട് ചെയ്ത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്സ് ആയിട്ട് കിട്ടും. അപ്പോൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്സിന്റെ സമയത്ത് വിന്റർ ആയിരിക്കും. വിന്ററിൽ എന്താണ് ഉണ്ടാവുക, ലാൻഡ് മാസിന് മുകളിൽ ഹൈ പ്രഷർ ആയിരിക്കും, പക്ഷെ ഓഷ്യന് മുകളിൽ ലോ പ്രഷർ ആയിരിക്കും. അപ്പൊ വിൻഡ് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് ബ്ലോ ചെയ്യും. അതിനെയാണ് നമ്മൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്സ് എന്ന് പറയുന്നത്. സോ മൺസൂൺ വിൻഡ്സ് എന്ന് പറയുന്നത് എന്താണ്, വിൻഡിന്റെ സീസണൽ റിവേഴ്സൽ കാരണം ഉണ്ടാകുന്ന വിൻഡാണ്. സോ 2 types ഓഫ് മൺസൂൺ വിൻഡ്സ് നമ്മൾ പറഞ്ഞു, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് ആൻഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ മൺസൂൺ വിൻഡ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ, കൊറിയോലിസ് ഇഫക്റ്റ് ആൻഡ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ, ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ്. സോ ഇതൊക്കെയാണ് നമ്മളുടെ മൺസൂൺ വിൻഡ്സിനെ കോസ് ചെയ്യുന്ന കാരണങ്ങൾ. ആൻഡ് 2 മൺസൂൺ വിൻഡ്സ് ആണ്, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് ആൻഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്സ്. സോ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ എച്ച് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ഹൈ പ്രഷർ റീജിയൻ. സോ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്സിൽ ലാൻഡിലായിരിക്കും ഹൈ പ്രഷർ. സോ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷർ റീജിയൻസിലേക്ക് എയർ ബ്ലോ ചെയ്യും. പക്ഷെ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണിലാണെങ്കിലോ ലാൻഡിൽ ലോ പ്രഷർ ആയിരിക്കും. അപ്പൊ ഈ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് എന്ത് ചെയ്യും, വിൻഡ് ബ്ലോ ചെയ്യും. ഓക്കെ, സോ ഇത്രയാണ് മൺസൂൺ വിൻഡ്സ് ഉള്ളത്. സോ പീരിയോഡിക് വിൻഡ്സ് പറഞ്ഞാൽ സീസണൽ വിൻഡ്സ് ആണ്. പീരിയോഡിക് വിൻഡ്സിലെ ഫസ്റ്റ് വിൻഡായ മൺസൂൺ വിൻഡ്സ് നമ്മൾ കംപ്ലീറ്റ് ആയി. ക്ലിയർ ആണോ? മൺസൂൺ വിൻഡ്സ് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു. ഓക്കെ, ഇനിയും ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ബാക്കിലേക്ക് സ്കിപ്പ് ചെയ്തിട്ട് കണ്ടു നോക്കുക, മനസ്സിലാക്കിയിട്ട് മാത്രം നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം കേട്ടോ.